ഇന്ന് നമുക്ക് നല്ലൊരു മുട്ടക്കറി ഉണ്ടാക്കിയാലോ. ഞാനൊരു 6 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് പാത്രത്തിൽ വെള്ളമെടുത്ത് ആ മുട്ടയിട്ട് അതിനകത്തേക്ക് കുറച്ച് ഉപ്പുപൊടി ഇട്ടാണ് വേവിക്കുന്നത്. പെട്ടെന്ന് അതിൻ്റെ തോടൊക്കെ പൊളിഞ്ഞ് വരാൻ വേണ്ടിയാണ് കേട്ടോ. പിന്നെ വേണ്ടത് ഒരു 4 സവോള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു തക്കാളി, 2 പച്ചമുളക്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും. മസാലയ്ക്ക് വേണ്ടിയിട്ട് 2 ഗ്രാമ്പു, 2 പട്ട, 2 ഏലക്ക, കുറച്ച് പെരിഞ്ജീരകം കൂടി എടുത്തിരുന്നു കേട്ടോ. ഒരു ചീനച്ചട്ടി അടുപ്പ് വെച്ച് അതിനകത്ത് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാവേ. ഞാൻ സൺഫ്ലവറാണ് വെച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് അതിൻ്റെ കളറ് മാറ്റുക. അതിലേക്ക് നമുക്ക് ഈ ഗ്രാമ്പും പട്ട ഏലക്കായും കൂടി വന്നിട്ട് ഒന്ന് മൂപ്പിക്കാം. അന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ചേർക്കാം. അതും കൂടി ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയില്ലേ, അതൊന്നിട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റണം കേട്ടോ. വഴറ്റിയിട്ട് അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന 2 പച്ചമുളകും, പിന്നെ കറിവേപ്പിലയും, പിന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയില്ലേ, അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കണം. നന്നായിട്ട് ഇളക്കി അത് ആ എണ്ണയ്ക്കിടുന്ന തക്കാളി നന്നായിട്ട് വേവട്ടെ. അങ്ങനെ സവോളയും തക്കാളി ഒക്കെ നന്നായിട്ട് വഴന്ന് വന്ന് കഴിയുമ്പോൾ കണ്ടോ, ഇതേപോലെ ആയി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. എരിവ് വേണ്ടവർക്ക് കൂടുതൽ ഉപയോഗിക്കാം. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടിയാണ് ചേർത്തിരിക്കുന്നത്. ഈ പൊടിയൊക്കെ ഇട്ടുണ്ടല്ലോ, പൊടിയൊക്കെ മൂത്ത് വരുന്നവരെ നല്ലപോലെ ഇളക്കണം. നല്ലപോലെ ഇളക്കിയിട്ട് ഇത് ഈ പരിവാകുന്നത് വരെ ഇളക്കണം. ഇനി ഇളക്കിയതിന് ശേഷം അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു, ചെറു ചൂടുവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. 2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളക്കണം. അതിലേക്ക് കുറച്ച് ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് അതിൽ മസാലയും ഉപ്പും ഒക്കെ പിടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മുട്ട ചേർക്കാം. മുട്ട ചേർത്തിട്ട് അത് അതിൻ്റെ വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കണം. നല്ലൊരു മുട്ട മസാലയാണ്. ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ അഭിപ്രായം അറിയിക്കണം. താങ്ക് യു.